വന്യജീവി ആക്രമണം തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിയമസഭയിൽ. വയനാട്ടിലേക്ക് 170 ജീവനക്കാരെ കൂടി നൽകും. ഒരു RRT ടീം കൂടി ജില്ലയിൽ രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ആസ്ഥാനത്തെ വനം വകുപ്പ് മേധാവിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി ഇന്നലെ രാവിലെ തന്നെ ഒരു യോഗം കൂടിയിരുന്നു. അതിൽ എടുത്ത ഒരു തീരുമാനം നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുന്നതിനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനും ചീഫ് വൈൽഡ് വാർഡൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി 2 ദിവസത്തിനകം യോഗം കൂടി ഇത്തരത്തിലുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സർ, വയനാട് ജില്ലയിൽ 3 ഫോറസ്റ്റ് ഡിവിഷനുകളാണുള്ളത്. പലപ്പോഴും ഇവർ തമ്മിലുള്ള കോർഡിനേഷനും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി മാറുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇന്നു മുതൽ പോലീസ് വകുപ്പുമായും റവന്യൂ വകുപ്പുമായും ചേർന്ന് ഒരു കൺട്രോളിംഗ് റൂം ഇന്നു മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും പോലീസും ഈ കാര്യത്തിൽ നല്ല നിലയിലുള്ള സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇതിനു പുറമെ വയനാട് ജില്ലയ്ക്ക് സ്വന്തമായി ഒരു RRT മാത്രമേ ഉള്ളൂ. അത് കണക്കെടുത്തുകൊണ്ട് ഇപ്പോൾ പാസിംഗ് ഔട്ടായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ 170 പേരെ വയനാട് ജില്ലക്ക് കൊടുക്കുകയാണ്. ആ 170 പേരിൽ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 സ്പെഷ്യൽ RRTകൾ രൂപീകരിക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. അനുരാഗ് നിയമസഭയിൽ നിന്ന് ചേരുകയാണ്. അനുരാഗ്, വയനാട്ടിലെ കാട്ടാനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായി വന്നത്. ഈ വിഷയത്തിൽ വനം മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? സ്വീകരിച്ച നിലപാട് എന്താണ്? വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടാന ആക്രമണത്തെ തുടർന്ന് മലയോര മേഖലയിലുണ്ടായ ജനങ്ങൾക്കുണ്ടായ ആശങ്ക അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിലുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നത് അത് ഗുണകരമല്ല എന്നുള്ള നിലപാടാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ സഭയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് സ്പീക്കർ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും കൃത്യമായ മറുപടി തന്നെ വനമന്ത്രി സഭയിൽ നൽകിയിട്ടുണ്ട്. ഈ അടിയന്തര പ്രമേയ നോട്ടീസിലുള്ളത് എന്തായാലും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഗുണകരമാകില്ല. കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ തന്നെ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ സർക്കാരിനെയും വനം വകുപ്പിനെയും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാനാണ് ചിലർ ശ്രമിച്ചത്. നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വനം വകുപ്പ് പ്രവർത്തിക്കുന്നത്. അതിനൊപ്പം തന്നെ വനം മന്ത്രിയുടെ ചുമതല വന്യജീവികളുടെ സംരക്ഷണമാണ്. അതിനൊപ്പം സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് ജനങ്ങളുടെ ആകെ സംരക്ഷണമാണ്. ഇതിനിടയിൽ നിന്നാണ് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഈ ആനയെ ട്രേസ് ചെയ്യുന്നതിൽ തുടക്കഘട്ടത്തിൽ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായി. മറ്റൊരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്, അതായത് കർണാടകത്തെ കുറ്റപ്പെടുത്തി ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യത്തിലേക്ക് കടന്നത്. വൈകിയാണ് റേഡിയോ കോളറിൽ നിന്ന് വിവരങ്ങൾ വൈകിയാണ് ലഭിച്ചത്. കൂടുതൽ അപകടമുണ്ടാകാതെ തന്നെ ശ്രദ്ധിക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞു. അതിന് കൃത്യമായ ഇടപെടൽ തന്നെ വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഈ റേഡിയോ കോളർ കണക്ഷൻ കർണാടകയിൽ നിന്ന് ലഭ്യമായത് അപകടം നടന്ന ശേഷമാണ്. വയനാട്ടിലേക്ക് ഇപ്പോൾ 150 ജീവനക്കാരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വന്നത്. പക്ഷേ 170 ജീവനക്കാരെ കൂടി നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനൊപ്പം ഒരു RRT ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ കൂടി നൽകാൻ അവിടെ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം അതിർത്തി മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കാനുള്ള തീരുമാനം കൂടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങൾ അത് ചിലർ ബോധപൂർവം ഒരു സംഘർഷം അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് വനംവകുപ്പ് മന്ത്രി പറയുന്നത്. ഈ വനംവകുപ്പ് ജീവനക്കാരായാലും മറ്റ് അവിടെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ ജീവനക്കാരും, പോലീസ് ഉദ്യോഗസ്ഥരായാലും ജില്ലാ കളക്ടർ ആകെ എല്ലാവരും മനുഷ്യരാണ്. അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടിയാണ് അവിടെ ഒരു ഘട്ടത്തിൽ ഉണ്ടായത്. ഇനിയെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ നഷ്ടപരിഹാരമായി നൽകുന്നത്. അതിനൊപ്പം തന്നെ അവരുടെ ആശ്രിതർക്ക് ഒരു സ്ഥിര ജോലി കൂടി നൽകി വരുന്നുണ്ട്. അതിന് പുറമെ കൂടുതൽ എന്തെങ്കിലും സഹായം നൽകാനാകുമോ എന്നുള്ള